ശബരിമലയിൽ സ്വർണ്ണപ്പാളി വിവാദം അത് കോടതിയിൽ നിന്ന് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് നമ്മുടെ പ്രതിനിധിയോടൊപ്പം തന്നെ എ വി ജയശങ്കറിനൊപ്പം ചേരുകയാണ്. അദ്ദേഹം തത്സമയം. സ്മിത, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ 24-നോടൊപ്പം ചേരുകയാണ്. ഇപ്പോഴെന്തായാലും ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ എല്ലാവരും ആവശ്യപ്പെട്ട പോലെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിരിക്കുന്നു. SIT അന്വേഷണമാണ്. അപ്പോൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലും അല്ലെങ്കിൽ മേൽനോട്ടത്തിലും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും നല്ല ഉന്നതരായിട്ടുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ തന്നെ അക്കാര്യത്തിൽ നിയോഗിച്ചു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ അന്വേഷണത്തിൽ സത്യമൊക്കെ ബോധ്യപ്പെടുമെന്നാണ്. സംശയം എന്താ? പിന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അന്ന് സ്വർണം തന്നെയാണ് കൊടുത്തു വിട്ടതെന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. അറിഞ്ഞൂടാ, അത് അന്വേഷണ സംഘം പരിശോധിക്കട്ടെ. നമുക്ക് ആശങ്കയൊന്നുമില്ല. ഒരാശങ്കയില്ല. കാര്യമില്ലല്ലോ, അന്വേഷണം നടക്കട്ടെ. ഇതെപ്പോഴാണ് പോയെന്നും എപ്പോഴാണ് കണ്ടതെന്നും അല്ലെങ്കിൽ അവിടെ സ്വർണം ഉണ്ടായിരുന്നെന്നും ഒക്കെ ഉള്ളത് കണ്ടുപിടിക്കട്ടെ. വിദേശയാത്രയൊക്കെ നടത്തിയ ആളുകൾ പേടിച്ചാൽ മതിയോ? എനിക്കെന്തായാലും പേടിക്കാനില്ല. നമ്മൾ ചട്ടമൊന്നും ലംഘിച്ചിട്ടില്ല. എല്ലാം ദേവസ്വം മാനുവൽ. തീർച്ചയായിട്ടും. എ പത്മകുമാറാണ് ചേർന്നത്. അദ്ദേഹം എന്തായാലും ചട്ടമൊന്നും ലംഘിച്ചിട്ടില്ലെന്നും തനിക്കൊന്നും പേടിക്കാനില്ല എന്നുമാണ് പറയുന്നത്. ഏത് അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറാണ് എ വി ജയശങ്കറുമായി സംസാരിച്ചത്. അന്വേഷണത്തിനെ സ്വാഗതം ചെയ്യുന്നു. ഏത് രീതിയിൽ അന്വേഷണം നടന്നാലും അതിനെല്ലാം നേരിടാൻ തയ്യാറെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.